ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. സിനിമാ മോഹം. ഒരുപാട് ആൾക്കാർക്ക് സിനിമ മോഹമാണ്. സിനിമയിൽ എത്തിപ്പെടണം, സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണം. എന്താണ് ഈ സിനിമാ മോഹം ഇങ്ങനെ വരുന്നത് വെച്ചാൽ ആർക്കും ഐഡിയ ഇല്ല. അപ്പൊ ഈ കൊച്ചിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സിനിമ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുടെ എണ്ണം നമ്മൾ എവിടെ ചെന്നാലും സിനിമക്കാരാണ്. സിനിമ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ, സിനിമ സ്വപ്നമായിട്ട് നടക്കുന്ന ആൾക്കാർ, അവരൊരു ഗ്രൂപ്പായിട്ട് താമസിച്ച് സിനിമയ്ക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്ന ഒരുപാട് പേര് നമുക്ക് കൊച്ചിയിൽ ചെന്നാൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഓൾറെഡി ചെന്നൈയിലാണ്, തന്നെ ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. അപ്പൊ എന്താണ് ഈ സിനിമ മൂവി? സിനിമയിൽ എങ്ങനെ എത്തിപ്പെടാൻ എത്രത്തോളം ആഗ്രഹം വരാം? കാരണം നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്, ഒരുപാട് സാമ്പത്തികമൊക്കെ കിട്ടുന്ന ഒരുപാട് പ്രൊഫഷൻ നമുക്ക് പഠിച്ച് വേണമെങ്കിൽ എത്തിപ്പെടാം. അതായത് പ്രോപ്പർ വഴിയുള്ള ഒരുപാട് പ്രൊഫഷൻ ഉള്ളപ്പോൾ ഒരു പ്രോപ്പർ വഴിയില്ലാത്ത സിനിമയെ ഇങ്ങനെ സ്വപ്നം കാണാൻ കാരണം എന്താണെന്ന് ഇന്നും മനസ്സിലായിട്ടില്ല. ഇതിൽ ഒരുപാട് ആൾക്കാർ സിനിമ അഭിനയമാണ് ഇഷ്ടം, ആക്ടിങ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആക്ടിങ് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി സിനിമ ട്രൈ ചെയ്യുന്ന ആൾക്കാർ, അതെല്ലാം ഡയറക്റ്റ് ആയിട്ട് ആ ഡയറക്ടേഴ്സിനെ പോയി കണ്ട് സിനിമയിൽ ചാൻസ് കൊടുക്കുന്ന ആൾക്കാർ, ഓഡിഷനൊക്കെ ചെയ്ത് ചാൻസ് കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെ സിനിമ അഭിനയം സ്വപ്നം കണ്ടെടുക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ചുറ്റുവട്ടത്തുള്ള കുറെ ആൾക്കാരും സിനിമാ മോഹം, പ്രത്യേകിച്ച് അഭിനയ മോഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പാഷനാണോ ഈ അഭിനയം? ആ, എന്റെ പാഷനാണ്, എനിക്ക് ഈ അഭിനയം എന്ന് പറഞ്ഞാൽ എന്റെ രക്തത്തിൽ ഊറിക്കിടക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, അത്രത്തോളം പാഷനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് സിനിമയ്ക്ക് ട്രൈ ചെയ്യണേ? നാടകത്തിൽ അഭിനയിക്കാലോ, അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കാലോ, അല്ലെങ്കിൽ തെരുവ് നാടകം സെറ്റ് ചെയ്ത് അഭിനയിക്കാം. നിങ്ങൾക്ക് അഭിനയമാണ് നിങ്ങൾക്ക് ഒരു ആഗ്രഹമെങ്കിൽ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന സ്വപ്നം കണ്ട ആവശ്യമില്ല. നമുക്ക് അഭിനയമാണ് പാഷനെങ്കിൽ ആ അഭിനയിക്കാനുള്ള ഒരു പ്ലേസ് ഈ നാടകത്തിൽ കിട്ടും, സീരിയലിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് ഡ്രാമകൾ സെറ്റ് ചെയ്ത് തെരുവുകളിൽ കളിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ അഭിനയ സ്കില്ല് പുറത്തേക്ക് എടുക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് സിനിമയെ മാത്രം ആഗ്രഹിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹം അഭിനയമാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ മാക്സിമം നിന്ന് അകന്നു പോകുന്നല്ലാണ്ട് ഉത്തരങ്ങൾ തരാറില്ല. അപ്പൊ ഞാനൊരു ഉത്തരത്തിൽ ചെന്നെത്തിയത്, ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് അഭിനയമോഹമായിട്ട് നടക്കുക, അഭിനയിച്ച് സിനിമയിൽ കയറുക എന്നൊക്കെ പറഞ്ഞാലും ആത്യന്തികമായിട്ട് സിനിമ നൽകുന്ന ഒരു പ്രശസ്തി, ഒരു സമ്പന്നതയൊക്കെ ഉണ്ട്. ഇത് ആഗ്രഹിച്ച് തന്നെയാണ് പലരും സിനിമ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ട ടെക്നീഷ്യന്മാരാണെങ്കിലും സിനിമയിലേക്ക് എത്തിപ്പെട്ട അഭിനേതാക്കളാണെങ്കിൽ അവർക്ക് അഭിനയിക്കാനും ടെക്നീഷ്യന്മാരായിട്ട് ഒരുപാട് മേഖലയുണ്ട്. അവർ അതിലേക്കൊന്നും പോകേണ്ട, സിനിമയാണ് തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞു വരാൻ കാരണം ഇത് നൽകുന്ന ഒരു മൈലേജ് വലുതാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആക്ടർക്കോ ഒരു ആക്ട്രസിനോ കിട്ടുന്ന ഒരു മൈലേജ് 25 വർഷം ഒരു നാടകത്തിൽ അഭിനയിച്ചാൽ പോലും കിട്ടത്തില്ല. അപ്പൊ സിനിമ നൽകുന്ന ഒരു അതിസമ്പന്നതയും പ്രശസ്തി, ഇത് തന്നെയാണ് മെയിൻ ഘടകം. രണ്ടാമതാണ് ഈ പാഷൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത്. ആദ്യത്തെ ഘടകം ഈ പ്രശസ്തിയും പണം തന്നെയാണ്. ഇപ്പൊ ഞാനിത് പറഞ്ഞു വരാൻ കാരണം, പണ്ട് കാലത്തൊക്കെ നാടകങ്ങൾ നമുക്ക് സുലഭമായിരുന്നു. അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലൊക്കെ നാടകം ഉണ്ടായിരുന്നു. ഇപ്പൊ നാടകങ്ങളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. അപ്പൊ ഒരുപാട് വർഷങ്ങൾ ഈ നാടകങ്ങളിൽ അഭിനയിച്ച് തുച്ഛമായ ശമ്പളത്തിൽ ജീവിതം എത്തിക്കാൻ പാടുപെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അവർക്കും സിനിമയിൽ എത്താൻ പറ്റില്ല. അവർക്ക് നാടകത്തിൽ തന്നെ അഭിനയിച്ച് അവരുടെ ജീവിതങ്ങൾ തുടിഞ്ഞു പോയിട്ടുണ്ട്. ഈ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ നാടക നടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന കാലഘട്ടമുണ്ട്. ആ സമയത്ത് കുടുംബം പോറ്റാനും തന്റെ അഭിനയത്തിലുള്ള ഒരു അഭിനിവേശം എല്ലാം വെച്ച് ഒരുപാട് പേര് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാള് നാടകത്തിൽ അഭിനയിച്ച് നീക്കിയിരിപ്പൊന്നുമില്ലാണ്ട് വെറുതെ നാടകത്തിൽ അഭിനയിച്ച് ഒരുപാട് വർഷം കളഞ്ഞ് അവസാനം ഒരു സീരിയൽ കിട്ടുകയും ആ സീരിയലിൽ അഭിനയിച്ച് ജീവിതത്തിൽ ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ പോകാവുന്ന ഒരു അവസ്ഥ എത്തിയപ്പോൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്കിൽ നിന്ന് ആ കിട്ടിയതും കൂടെ നഷ്ടപ്പെട്ട് ഇന്ന് എവിടെയാണ് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് നമ്മളിൽ നിന്ന് ഒരു ഒളിച്ച്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് KPSC ശാന്തി. ഒരുപാട് വർഷം തുച്ഛമായ ശമ്പളത്തിൽ നാടകത്തിൽ അഭിനയിച്ച് ജീവിത നിലവാരവും സാമ്പത്തിക ഭദ്രതയൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയായിരുന്നു KPSC ശാന്തിക്കുള്ളത്. അവരതിനുശേഷം ഉപ്പും മുളകും എന്ന് പറഞ്ഞൊരു സീരിയലിലേക്ക് എത്തിപ്പെടുകയും ആ സീരിയലിലെ തരക്കേടില്ലാത്തൊരു വേഷം ചെയ്യുകയും അങ്ങനെ അറിയാലോ, അടുത്ത ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരു സാമ്പത്തിക ഭദ്രത നല്ല രീതിയിൽ വന്നു, അത്യാവശ്യം റെമുനേഷൻ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു പ്രണയം ഉണ്ടാകുകയും ആ പ്രണയത്തിലൂടെ അവരുടെ കരിയർ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ അവർ എത്തിപ്പെട്ടു. 60 വയസ്സുള്ള ഒരു സ്ത്രീക്ക് 30 വയസ്സുകാരോട് തോന്നുന്ന പ്രണയമാണോ, അതോ 30കാരന് 60 വയസ്സുള്ള ഒരു സ്ത്രീയോട് തോന്നിയ ഒരു കാമമാണോ, ഒന്നും അറിയത്തില്ല. അവരുടെ റിലേഷനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഫീലിംഗ് ആണ്. പക്ഷെ ആ ഒരു ബന്ധത്തിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടത്, അവർ ഒരുപാട് നാൾ അഭിനയത്തിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ഒരു നമുക്ക് ജീവിക്കാനുള്ള നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. 60 വയസ്സായ ഒരു സ്ത്രീക്ക് ഒരു സെക്ഷലി ഒരു താല്പര്യം തോന്നാൻ പാടില്ല എന്ന് എവിടെ വെച്ചിട്ടില്ല. അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരു പയ്യന് 60 വയസ്സുള്ള സ്ത്രീയോട് ഒരു ഇഷ്ടം തോന്നാൻ പാടില്ല, എവിടെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ അതിനെ ഡീൽ ചെയ്ത രീതി തെറ്റായി. അവർ പ്രണയിച്ച, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്ന ആ പയ്യൻ അവരുടെ പ്രൈവറ്റ് വീഡിയോ ലീക്ക് ചെയ്യുകയും അത് മുഖാന്തരം അവർക്ക് സൊസൈറ്റിയിലും അവരുടെ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലൊക്കെ ചീത്തപ്പേരാവുകയും പലരും കുത്തുവാക്കുകൾ, അതായത് ഈ 60 വയസ്സായ സ്ത്രീക്ക് എന്തിന്റെ കേടാണ് ഇത്രയും പ്രായം കുറഞ്ഞൊരു പയ്യന്റെ കൂടെ അവരിങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എന്തിനാണ്, അത്രത്തോളം കരമുത്ത് നിൽക്കുക എന്ന രീതിയിലൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്.
ഈ 60 വയസ്സായ സ്ത്രീക്ക് ഒരു 30 വയസ്സുകാരനോട് ഒരു ഇഷ്ടം തോന്നുകയോ അല്ല 60 വയസ്സായ സ്ത്രീക്ക് ഒരു സെക്ഷലി ഒരു താല്പര്യം തോന്നാൻ പാടില്ലെന്ന് എവിടെ വെച്ചിട്ടില്ല. അവർക്ക് അങ്ങനെ തോന്നി, അവർ വിശ്വസിച്ചു, ആ വിശ്വസിച്ച വ്യക്തി തന്നെ അവരെ ചതിച്ചു. ആ ചതി എന്ന് പറഞ്ഞാൽ വലിയൊരു ചതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് സത്യത്തിൽ അവർ എവിടെയാണെന്ന് അറിയത്തില്ല, അവര് സീരിയലിലില്ല, അവർ ശരിക്കും പറഞ്ഞ ഫീൽഡ് ഔട്ട് ആയി, അവരെ ആൾക്കാർ മറന്നു തുടങ്ങി. ഞാൻ ഓൾറെഡി അവരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കമന്റുകൾ എനിക്ക് വന്നു. കമന്റുകളിലൊക്കെ ഒരുപാട് പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇപ്പോഴത്തെ യുവാക്കൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്തു. അവർ പാവ സ്ത്രീയാണ്, അവർക്ക് അങ്ങനെ ഇഷ്ടം തോന്നി തെറ്റില്ല, എന്തിനാണ് അവരെ കുറ്റപ്പെടുന്നത്, വളരെ നല്ല രീതിയിൽ. അതായത് നമ്മുടെ സൊസൈറ്റി ഒത്തിരി മാറി തോന്നി, അതായത് യുവാക്കൾ ഒരുപാട് മാറി, അവരുടെ കാഴ്ചപ്പാട് മാറിയത് തോന്നി. അപ്പൊ അതെനിക്കൊരു ഭയങ്കരമായിട്ടൊരു പോസിറ്റിവിറ്റി വന്നു. ഓക്കെ, നമ്മുടെ കാഴ്ചപ്പാടൊക്കെ മാറാൻ തുടങ്ങി. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പണ്ട് തെറ്റും ശരിയായിട്ടൊക്കെ വ്യാഖ്യാനിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിനെ കുറച്ചും കൂടെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാനും, അത് മനുഷ്യരാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടായത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉപ്പും മുളക് എന്ന് പറയുന്ന പരമ്പര സൃഷ്ടാക്കൾ അതിൽ നിന്ന് പിന്നെ പലരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും KPSC ശാന്തനെ ഇങ്ങനെ ഒരു കാരണം കൊണ്ട് മാത്രം അവരെ മാറ്റി നിർത്തപ്പെട്ടത് എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാലഘട്ടമൊക്കെ മാറി, ആൾക്കാർ ചിന്താതി മാറി, പ്രായം വെച്ചിട്ടൊന്നും സെക്സോ പ്രണയമോ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പലർക്കും പലരോടും തോന്നും. അതൊരു കാരണമായി കണ്ടെത്തേണ്ട, അവരുടെ പ്രൊഫഷൻ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറ്റുമെങ്കിൽ അവരെ തിരികെ വിളിച്ച് അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈ.